എൻ്റെ പേടി അത് നടന്ന് ഞാൻ പേടിച്ചത് നടന്നത്. ഞാൻ ഈ ഉമ്മയാണ് അത് പ്രതീക്ഷിച്ചത്. എനിക്കൊരു ഭയം തോന്നി, അയ്യോ അവിടെ ശരിയാകൂലല്ലോ എന്ന്. ഞാൻ അവരുടെ അടുത്ത് നമുക്ക് രാത്രിയെങ്കിലും പോവാമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ട്. അതാണ് ഞാൻ തോലിന് പോയപ്പോഴും പറഞ്ഞു, എൻ്റെ പൊന്നോന് എൻ്റെ ഒരു സാരി മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മോളെ. എൻ്റെ അമ്മ വാങ്ങിച്ചു വെച്ച ഒരു കളിപ്പാട്ടു എൻ്റെ സാരിയിലാണ് എൻ്റെ അപ്പയെ ഞാൻ പൊതിഞ്ഞു വിട്ടത്. പിന്നെ ഈ ചോരയുള്ള കണ്ണീരും അല്ലാതെ ഒന്നും എൻ്റെ പൊന്നോന് കൊടുക്കാൻ പറ്റിയില്ല മക്കളെ. എൻ്റെ പള്ളിയുടെ മുമ്പേണത്. ഞാൻ സാൽവേഷണറി പള്ളിയിൽ പോകണം. ആ പള്ളിയിലെ നടുവിൽ ഞാൻ അവിടെ ചെന്ന് ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, മക്കൾ അപ്പയെ കണ്ടാ? മക്കൾ അപ്പയെ അടുത്ത് വന്ന് കണ്ടാ? നിൻ്റെ അപ്പയെ നീ കണ്ടാ എന്നും പറഞ്ഞിട്ട് എൻ്റെ മക്കളടുത്ത് ചെന്ന് ഉമ്മവും കൊടുത്തിട്ട് ഞാൻ എൻ്റെ പള്ളിയടയിലെന്ന് പറഞ്ഞു. ഇതെന്തൊരു പരീക്ഷണം! ഇത്തിരി തൊട്ട് നടയിൽ വന്നിട്ട് പോയത്. ഇപ്പം ഞാൻ എന്തോന്ന് ദൈവത്തോടെ ചോദിക്കാൻ പറ മോളെ. ഞാൻ ഇപ്പം എന്തോന്ന് ചോദിക്കേ? ചോദിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവളെ അത് ഇങ്ങനെ പെട്ടെന്ന് പടഞ്ഞു പോണ്ട. ഇതുപോലെ എന്തിനൊക്കെ എൻ്റെ അപ്പിയെ ചെയ്ത് അതെല്ലാം ചുണയുള്ളവർ ചെയ്യണം. ഇനി ഈ നിയമം കൂടെ ഞാൻ കാത്തിരിക്കുകയാണ്. നിയമവും കൂടെ എന്നെ തോപ്പിച്ചാൽ ഇനിയില്ല. ഇനി എന്തിന് നശിച്ച ഈ ഭൂമിയിൽ എന്തിന്? ആ രൂപം ഞങ്ങളെ ഇവിടെ ഫോട്ടോ ഇരിപ്പുണ്ട്. ആ രൂപവും ചേട്ടൻ ഒരു ദിവസം വന്ന് പറയുന്നു, അവിടെ നെടുമ്പങ്ങാട് വെച്ച് കണ്ടു, എടീ നമ്മളാ പപ്പ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന അത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. സത്യം അതങ്ങനെയാണ്. കാര്യം ഞാൻ എൻ്റെ മോളുടെ പേരിൽ ഇവിടെ വന്നു. അഖിലൻ പറഞ്ഞു എൻ്റെ മോളെ വസ്ത്രങ്ങളെല്ലാം അവൾക്ക് ഇടാൻ കൊടുത്ത്. അവൾ അച്ഛന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു. ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു. പിന്നെ ലേബർ ഇന്ത്യ PSC ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം മാറ്റിക്കൊണ്ട് കൊടുക്കുന്നു. കഥകളൊന്നും നമുക്ക് മരുമോൾ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ അവരെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പൂട്ടുവെപ്പലൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ വസ്തു അറ്റാച്ച് ചെയ്യാൻ കാര്യം. കാരണം നമ്മളിവിടുന്ന് ഇതെല്ലാം രേഖകളും എടുത്ത് ഇവിടെ ഫോട്ടോ അയച്ച് അവളെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ നോക്കി നമ്മൾ കൊണ്ടു നടന്നപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു നന്ദി, ഞാൻ എൻ്റെ മോളെ കൊണ്ടു നടന്നിട്ട് ആ ഒരു നന്ദി ആ കുട്ടിയെ കാണിച്ചാണ്. രണ്ടാമത് നമ്മൾ എന്നെ പുറകെ അച്ചാച്ചാന്ന് വിളിച്ച് നടന്നതല്ലേ. ഞാൻ എൻ്റെ മോളെ നമ്മൾ വേറെ ഒരു വിദ്വേഷ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. എവളെ ആ അവസ്ഥ നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന് കണ്ടപ്പെട്ടുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്നെ വളരെ സങ്കടപ്പെടുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുക? അവള് ചെയ്തത് അതിക്രൂരമായ കാര്യമാണ്. ആ ഒരു നന്ദിയില്ലാത്തൊരു കുട്ടിയായിപ്പോയി. അവള് ഈ പല വീടുകളിൽ അവളെ അമ്മേരെയും അവളെ ആളുകളെയും വീടുകളിൽ കൊണ്ടുവിടാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവൾ ഈ നടയിൽ എൻ്റെ പൊന്നുമോനെയും കൊണ്ടുവന്ന് നോക്കളെ. ഒരു നിമിഷം അവളൊന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മോളൊന്ന് ചിന്തിച്ചു. തൊട്ടപ്പുറത്താണ് വീട്. ഞങ്ങൾ പിറ്റന്നാൾ അറിഞ്ഞു നോക്കളെ. എൻ്റെ മോൻ പോയ ആ വഴി ഞാൻ രാവിലെ പോയി നടന്നു. എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അവർ വന്ന വീടിൻ്റെ ഇപ്പുറത്താണ് എൻ്റെ പൊന്നുമോ ഉറങ്ങണത്. അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിലാണ് എൻ്റെ ജീവൻ വന്നിട്ട് പോയത്. ഞാൻ ആ നിഴലിൽ ദൈവം കാക്കാൻ പറയണു. ആ നിഴലിൽ നടന്ന് ഞാൻ പോയി. എൻ്റെ പള്ളിയുടെ മുമ്പേണത്. ഞാൻ സാൽവേഷണറി പള്ളിയിൽ പോകണം. ആ പള്ളിയിലെ നടുവിൽ ഞാൻ അവിടെ ചെന്ന് ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, മക്കൾ അപ്പയെ കണ്ടാ? മക്കൾ അപ്പയെ അടുത്ത് വന്ന് കണ്ടാ? നിൻ്റെ അപ്പയെ നീ കണ്ടാ എന്നും പറഞ്ഞിട്ട് എൻ്റെ മക്കളടുത്ത് ചെന്ന് ഉമ്മവും കൊടുത്തിട്ട് ഞാൻ എൻ്റെ പള്ളിയടയിലെന്ന് പറഞ്ഞു. ഇതെന്തൊരു പരീക്ഷണം! ഇത്തിരി തൊട്ട് നടയിൽ വന്നിട്ട് പോയത്. ഇപ്പം ഞാൻ എന്തോന്ന് ദൈവത്തോടെ ചോദിക്കാൻ പറ മോളെ. ഞാൻ ഇപ്പം എന്തോന്ന് ചോദിക്കേ? അടുത്ത് വന്നിട്ട് പോയത്, ജീവനോട് വന്നിട്ട് പോയത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. മക്കളെ പറ, മോളൊരു അമ്മയല്ലേ? അമ്മയായാ എന്തോ, എന്നാലും ഒരു അമ്മയുടെ മോളല്ലേ? അങ്ങനെ പോലും താങ്ങാൻ വയ്യാത്തതിനെയാണ് ഇങ്ങനെ കുത്തി കൊന്നുകൊണ്ട് തന്ന്, ചെമ്മരിലടിച്ച് കൊണ്ട് തന്ന്. എൻ്റെ മക്കൾക്ക് ഒരു ബോഡി കളിപ്പാട്ട് എൻ്റെ മോൻ മാറ്റിക്കൊണ്ട് വെച്ചിരുന്നേണ്. അവൻ്റെ അച്ഛൻ്റെ ഓർമ്മയായിട്ട് ഞാൻ വെച്ച് വിട്ടു. പൊന്നേ ഞാൻ വിട്ട്, അറിയാമോ? തലക്ക കൊടുത്ത് എൻ്റെ അപ്പി വാങ്ങിച്ചെന്ന കളിപ്പാട്ടോ എൻ്റെ ഇതേ ഉള്ളമ്മ എന്നും പറഞ്ഞ് കമന്ന് അതെടുത്ത് വെച്ചിരുന്ന കാര്യമാണ്. ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് വന്ന വഴിയിൽ എവിടെയെങ്കിലും തറയിൽ വീണ് കിട്ടിയതായിരിക്കും. അപ്പോഴാണ് ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴേ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു മാസമായപ്പോഴേ. എന്നിട്ട് എൻ്റെ കയ്യിൽ തന്നെയാണ്. അത് അങ്ങനെയൊക്കെ അനുഭവിക്കണം. ഇനി എന്തോന്നാണ് അനുഭവിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവളെ അത് ഇങ്ങനെ പെട്ടെന്ന് പടഞ്ഞു പോണ്ട. ഇതുപോലെ എന്തിനൊക്കെ എൻ്റെ അപ്പിയെ ചെയ്ത് അതെല്ലാം ചുണയുള്ളവർ ചെയ്യണം. ആരെ കരത്തിനും കഴിവില്ലെങ്കിൽ എൻ്റെ കൊണ്ട് തൊട്ട് ഞാൻ അത് ചെയ്യും. എനിക്കതൊന്നും ആസ്വദിക്കണ്ടേ? എൻ്റെ പൊന്നുമോന് വായിൽ തുണി വെച്ചും ഈ കൈ കൊണ്ട് ഒന്നും എണീക്കാൻ പറ്റിയില്ല.
അപ്പോൾ അവനത്ര ഇഴഞ്ഞു നീങ്ങിയായിരിക്കൂലേ എൻ്റെ മക്കൾ, ഇഴഞ്ഞു നീങ്ങിയായിരിക്കൂലേ അവൻ ചെയ്ത പീഡനങ്ങളെല്ലാം ഇഴഞ്ഞിഴഞ്ഞായിരിക്കും കൊച്ച് ആ ശരീരത്തെ ഏറ്റുവാങ്ങിയത്. അവൻ്റെ അമ്മയും അപ്പാപ്പനും കാത്തിരിക്കണം. ഈ രണ്ട് മക്കളും അവരെ കല്ലറയിൽ നിന്ന് ഞങ്ങളടുത്ത് ജീവനോടെ വന്നെന്ന് പോലെ സന്തോഷത്തിൽ അവരെയും കൊണ്ട് ഞങ്ങൾ പോയി വാങ്ങിക്കുന്നതിനാണ് ഞങ്ങൾ സന്തോഷിച്ചിരുന്നത്. സത്യം. ഞാൻ ഈ ഉരുവി എൻ്റെ ഫോട്ടോണായിരിക്കുന്നത്. ഞാൻ ഉരുവി ഇത്രത്തോളം ഉരുവിയിട്ടും ഞാൻ അധ്വാനിക്കണം എൻ്റെ കൊച്ചിന് വേണ്ടി, അറിയാമോ? ഞാൻ ഒരു വട്ടം തോലെടുക്കുമ്പോൾ തല ചുറ്റി അവിടെ വീണ് കിടന്നിട്ടുണ്ട്. ഞാൻ ആ വേളയിൽ വീണ് കിടന്നിട്ട് എന്നെ ഒരു പാമ്പ് പോലും തൊട്ടിട്ടില്ല. ഞാൻ ബോധം തെളിഞ്ഞാണ് ഞഴിച്ച് ആ ചെമറോടുകൂടി ഇവിടെ വന്നത്, അറിയാമോ? ഞാൻ ഈ തൊട്ട് താഴെ വേളയിൽ ഞാൻ ബോധം കെട്ട് വീണ് കിടന്നിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ ഒരേ ഒരു മുഖമുള്ളൂ ഇത്. എൻ്റെ മോനെ പോലും അങ്ങനെ ഇരിക്കുകയാണ് ആ മുഖവും, മനസ്സിലായി? അമ്മമ്മ അവിടെ എങ്ങും തളർന്നില്ല. പക്ഷേ മോനും കൂടെ എന്നെ തോപ്പിച്ചളഞ്ഞു, എൻ്റെ പൊന്നുമോനും കൂടെ തോപ്പിച്ചളഞ്ഞു. ഇനി ഈ നിയമം കൂടെ ഞാൻ കാത്തിരിക്കുകയാണ്. നിയമവും കൂടെ എന്നെ തോപ്പിച്ചാൽ ഇനിയില്ല. ഇനി എന്തിന് നശിച്ച ഈ ഭൂമിയിൽ എന്തിന്? ഞങ്ങൾ ഈ സ്വത്ത് ഉള്ളത് കൊണ്ട് അവൻ ഈ നടയിൽ വന്ന് ഇതൊക്കെ കണ്ടിട്ട് അവൻ എൻ്റെ കൊച്ചിനോട് ഇത്ര ഇത് ചെയ്തത്. അവനെ എൻ്റെ മോനെ കൊണ്ട് ഒരു ഇതുമില്ല, ഞങ്ങളെ കൊണ്ടും അവന് ഒരു ശല്യമില്ല. പിന്നെ അവൻ ഈ കൊച്ചിൻ്റെ അടുത്ത് ഇത്രയും വൈരാഗ്യം വരാൻ അത് അറിയണം ഞങ്ങൾക്ക്. ആ കാരണം എന്താ ഞങ്ങൾക്ക് അറിയണ്ടേ? അപ്പോഴും ഇവരൊക്കെ പണ്ടേ ബന്ധങ്ങളായിരിക്കുമെങ്കിൽ അല്ലേ? അല്ലെങ്കിൽ ഇവനൊരു വൈരാഗ്യം ഈ പൊന്നുമോൻ്റെ അടുത്തുണ്ടാവാൻ എന്തോന്ന് കാര്യം? ഞങ്ങളെ കൊണ്ട് ഒരു വാക്കില്ല, പ്രവൃത്തിയില്ല. ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല, എൻ്റെ ഭർത്താവും കണ്ടിട്ട് പോലുമില്ല. അപ്പോഴിവന് ഞങ്ങളെ ഈ കുടുംബത്തിൽ ഈ വൈരാഗ്യം വരാൻ കാര്യം എന്തൊരു? എങ്കിൽ അവ ഈ അഖിലേര ആ കുടുംബത്തിലെല്ലാം കുഞ്ഞുങ്ങളുണ്ട്, അത് ചെയ്യാത്തെന്ത് മോളെ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ ഈ ട്രൂപ്പിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ, ഈ ട്രൂപ്പിന്റെ ഡ്രൈവർ ആയിരുന്നു. ഈ ഡ്രൈവർ ആയിരുന്നപ്പോൾ തന്നെ ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിരുന്നിരിക്കും. ആര്? അഖിലയും അഷ്കറും തമ്മിൽ. അങ്ങനെ അതായിരിക്കണം ഇവൻ ഈ കുഞ്ഞിനോട് ഇത്രയും വൈരാഗ്യം തോന്നിയ കാര്യം. എനിക്കങ്ങ് തോന്നിയുണ്ട്. അതെന്താണ് എനിക്ക് ഇത് മനസ്സിലാവില്ല. ഇത് നമ്മളെ കുടുംബത്തിൽ തന്നെ കൈവയ്ക്കാൻ കാര്യമെന്ന് തോന്നുന്നു. രണ്ട് ഈ അഖില എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കണ്ണിൽ ഒരു ശകലം പോലും കണ്ണുനീര് പൊടിയുന്ന ഇത്രയും സംഭവം നടന്നിട്ട് ഒരു മീഡിയയിലും കണ്ടില്ല. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴത് നേരിട്ടും കണ്ടില്ല. അവ എപ്പോഴും വേറെ ഏതോ മായ ലോകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തോ മയക്കുമരുന്നിന് എന്തോ. അതേപോലെ കശ്യപ്പന്റെ ഉമ്മേരെ കണ്ണില് ഒരു തുള്ളി ഉണ്ട്. ആ നാക്കിൽ ഒരു തുപ്പലെങ്കിലും ഉണ്ട് അവരതില്. അവരഭിനയിക്കണുണ്ടോ? എൻ്റെ പിന്നെ ഞങ്ങൾക്കുള്ളതൊക്കെ എന്തോന്ന്? ഞങ്ങൾ അവസാനത്തെ ജീവന് വേണ്ടി ഇവിടെ പെടയാണ്. ഞങ്ങളെ പിന്നെ ചിന്തിച്ച് ഞങ്ങളെ രണ്ട് മക്കളും അവർ ചെയ്തേയില്ലേ? അവർക്ക് ഈ ഭൂമിയിൽ അവർക്ക് ഇഷ്ടമില്ല, അവർ വെറുത്ത് അവർ പോയല്ലേ? അവരാഗ്രഹിച്ചത് അവർ കിട്ടിയില്ല, പോയതല്ലേ? എൻ്റെ പൊന്നുമോൻ അങ്ങനെയല്ല. ഈ അഷ്കറിന്റെ ഉമ്മക്ക് ശ്രദ്ധിച്ചില്ലെന്ന് പറയാം. ഈ അഷ്കറിന്റെ സഹോദരി എന്തായാലും ഈ കുഞ്ഞിനെ കണ്ട അവർക്ക് കാഴ്ച ഉണ്ടല്ലോ. ഈ കുഞ്ഞിന്റെ ഈ ശരീരത്തിന് പുറത്ത് 51 മുറിപ്പാട് ഉണ്ടെന്ന് പറയുന്നത്. ഈ ഒരു പാടെങ്കിലും അവര് ഉള്ള ദേഹത്ത് കണ്ടിട്ടില്ല ഈ സ്ത്രീ. അവള് രാവിലെ 8 മണിക്ക് പോകും. അവളെ മക്കൾ അവളെ ശ്രദ്ധിക്കാതെയാണ് 8 മണിക്ക് പോണത്. അപ്പൊ അതൊക്കെ ഈ ഒരു കാലുകൊണ്ട് തട്ടിഞ്ഞ് ബാക്കിലിറങ്ങി കഥ കെട്ട് അടച്ചെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോയിന്. അമ്മ ഈ പറയുന്നത് പോലെ ആ കുഞ്ഞിന് ജീവിക്കണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു എൻ്റെ മോൻ അമ്മ അല്ലെങ്കിൽ ഈ ഇവിടെ അത്രയും എവിടെ ഷൂട്ടിങ്ങിന് കൊണ്ട് നടന്ന് ചിരിക്കണല്ലോ. ആ ഒരു വരി പല്ല് എൻ്റെ മോന് ശ്രീധരൻ കിട്ടിയത് ആ ഒരു വരി പല്ലാണ് കേട്ടാ. ആ ഒരു വരി പല്ല് സമൂഹം എങ്ങും കാണിച്ച് അവള് ചിരിക്കണല്ലോ. എൻ്റെ പൊന്നുമോൻ പിടഞ്ഞ് കയ്യിൽ ഈ നീരും ഈ ഒടിഞ്ഞ കൈൻ്റെ വേദനയെ സഹിച്ച് അമ്മങ്ങിങ്ങനെ ഇരുന്നാണ്ട ഒരു ചലനം ഉണ്ടോ എൻ്റെ പൊന്നുമോൻ്റെ മുഖത്ത്? ചലനം ഉണ്ടോ? അവൻ്റെ കൺപോള പോലും അനങ്ങില്ല. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന മോ എന്തെല്ലാം അവനെ ആസ്വദിപ്പിക്കണ്. എൻ്റെ മോ അതിലൊന്നും ശ്രദ്ധിക്കില്ല. എന്താണ് വേദന? എൻ്റെ മകൾക്ക് സഹിക്കാൻ വയ്യ. ജീവിച്ചിരിക്കുന്നോ വേണ്ടോ എന്നോ ചിന്തിക്കാൻ പോലുള്ള മനസ്സല്ല. ശരീരമാസാലും വേദനയാണെന്ന് പറയാൻ പോലും കുഞ്ഞിന് പറ്റാത്ത അവസ്ഥയിലാണ്. അയ്യോ എനിക്ക് വയ്യേ എൻ്റെ മക്കളെ കേട്ടാ. എൻ്റെ 2 മക്കൾ പോലും ഞാൻ അതിൽ തൊട്ട് ഇപ്പോഴിത്തിരി എൻ്റെ പൊന്നുമോൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ അത് മാഞ്ഞ് വരെയിരുന്നു. മറ്റത് ഈ പപ്പ പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ ഈ ഫോട്ടോയിലാണ് എല്ലാ ജോലിയും കണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. ഇവിടെ കിടന്നുറങ്ങും. പിന്നെ ഓരോ മൊബൈലെടുത്ത് നോക്കും. ഓരോ പൊന്നുമക്കൾക്ക് ഓരോ അപകടം പറ്റുമ്പോൾ ഞാൻ വീണ് കിടന്നാൽ ഇവിടെ കിടക്കും. ഇവിടെ കിടന്ന് ഞാൻ കരഞ്ഞ് ഞാൻ തന്നെ പിന്നെ എണീക്കും. അങ്ങനെയൊക്കെ ഞാൻ ഓരോ മക്കൾക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മയ്ക്ക് വീണ്ടും അത് തന്നു. ഞാൻ എന്തുമാത്രം കരയണം ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ അപകടം വരുമ്പോൾ. ആ അച്ഛൻ ചവിട്ടിക്കൊന്ന കൊച്ചിനെയൊക്കെ അയ്യോ ഞാൻ എടുത്തു വെച്ച് കരച്ചിലും മുത്തം വെപ്പം ഇവരെന്നെ പിന്നെ കാണാനൊന്നും താമസിക്കൂലായിരുന്നു.
അങ്ങനെയൊക്കെ ആ ഗതി എനിക്ക് തന്ന ഇത് എന്തോന്ന് ഈ പ്രപഞ്ചത്തിൽ ഓരോരുത്തർ സീരിയൽ കണ്ട് കരയുന്നു. ഞങ്ങൾ പച്ചയ്ക്ക് ഇവിടെ കിടന്ന് കരയുന്നു. എൻ്റെ മോള് പച്ചയ്ക്ക് ഞങ്ങൾ ആരും ആസ്വദിപ്പിക്കുക ഇതുവരെ വന്നിട്ടില്ല. കാര്യം അവർക്ക് കണ്ണീര് ഈ സീരിയലിലൂടെയാണ്. ഞങ്ങൾ പച്ചയ്ക്ക് വെന്താ ഇവിടെ കിടന്ന് ഞങ്ങൾ മൊബൈലിലൊക്കെ കാണുമ്പോൾ സിനിമാ ലോകക്കാർ ഇവിടെയെല്ലാം പാഞ്ഞെത്തണ്, എവിടെയെല്ലാം പാഞ്ഞെത്തണ്. പക്ഷെ ഞാൻ ഈ സിനിമാ ലോകത്ത് രണ്ടുപേരെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ച് ആശ്വസിച്ച്. എനിക്ക് 2 മക്കൾ ഈ ഭൂമിയിലുണ്ടെന്ന്. ആരെന്ന്? വേടായി പാവന മോള് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. മനസ്സിലായ? എൻ്റെ ഈ 2 മക്കൾക്ക് അത് തോന്നിയോ? അങ്ങനെ ഞാൻ ചിന്തിച്ചു, എൻ്റെ മോള് ജീവിച്ചിരിക്കുകയാണ്, ഞാൻ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ ഇത്രയും പീഡനം സഹിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്തില്ല. ആ മോൾ അഭിമാനമായി പറഞ്ഞു. അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് എൻ്റെ മോളായിട്ട് ഞാൻ അവളെ എൻ്റെ ചിത്രീകരിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. അതുപോലെ വേടെ അവ എന്തെല്ലാം ത്യാഗം സഹിച്ചു വന്നിട്ടും അവ ആത്മഹത്യ ചെയ്തില്ല. അവൻ്റെ അമ്മ നഷ്ടപ്പെട്ടിട്ടും അവ ആത്മഹത്യ ചെയ്തില്ല. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആഹാരമില്ല വസ്ത്രമില്ലാതെ എന്നിട്ടും അവ ആത്മഹത്യ ചെയ്തില്ല. അവൻ പോരാടി ഇതുവരെ എത്തിയില്ലേ? അങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ മുഖച്ചായയുണ്ട്. ഞാൻ എപ്പോഴും പറയും വേടൻ കാര്യം പറയാത്താടില്ല. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നൊരു പയ്യൻ വന്നപ്പോഴും ഭാഷ അറിഞ്ഞിടാതെ ഞാൻ ചോദിച്ചു, വേടനെ കാണുമോ? ഈ അമ്മയെ ഒന്ന് കാണാൻ വരാൻ പറയൂ, ഈ മോളോടെ ഒന്ന് പറയൂ. ഞങ്ങൾ പറഞ്ഞോളാണ്. എന്തിനാണെന്നാ അവരുടെയൊക്കെ ജീവിത ചരിത്രത്തിൽ ഒരമ്മ പെട്ടെന്ന് മാറോടണച്ച്. എൻ്റെ മക്കൾക്ക് ഞാൻ ഇത്രയും ലാളനയോടുകൂടി എൻ്റെ മക്കൾ സുഖിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ ഉറങ്ങാതെയും ആട്ടും തീട്ടവും കോഴിത്തീട്ടവും ഇത് ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് ഞാൻ അവർക്ക് ഓരോ സാധനങ്ങൾ മാറ്റി കൂട്ടി ഈ സമൂഹത്ത് നല്ല മക്കളാക്കി വളർത്തി വന്ന ഞാനാണ്. പക്ഷെ ഞാൻ തോറ്റുപോയി. എൻ്റെ മക്കൾ വിജയിച്ച് ഞാൻ തോറ്റുപോയി. അവസാനം എന്തോന്നാണ്? ഒരു കണ്ണി ജീവനുണ്ടായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് ഞങ്ങളെ ഇനിയുള്ള ആപതും എൻ്റെ മോന് വേണ്ടി പിഴിഞ്ഞ് കൊടുത്തിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സില്ലായിരുന്നതിന്. പിന്നെ ദൈവം വിളിച്ച് നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. ആരെങ്കിലും എൻ്റെ പൊന്നുമോനെ ഏറ്റെടുക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിരുന്നത്. എല്ലാം എൻ്റെ പൊന്നുമോൻ ഞാൻ ഒരുക്കി വെച്ചിരുന്നു. എൻ്റെ പൊന്നുമോന് എൻ്റെ ഒരു സാരി മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മോളെ. എൻ്റെ അമ്മ വാങ്ങിച്ചു വെച്ച ഒരു കളിപ്പാട്ടും എൻ്റെ സാരിയിലാണ് എൻ്റെ അപ്പയും പൊതിഞ്ഞു വിട്ടത്. പിന്നെ ഈ ചോരയുള്ള കണ്ണീരും അല്ലാതെ ഒന്നും എൻ്റെ പൊന്നുമോന് കൊടുക്കാൻ പറ്റിയില്ല മക്കളെ. എൻ്റെ മോൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറയണം, മുട്ട കൊടുത്താൽ പെട്ടെന്ന് അത് ഊറിപ്പിടിക്കും ഇല്ലേ? നമ്മളിവിടെ കൊണ്ടുവന്ന ഉടനെ അതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അമ്മ ഇതിന് മുന്നേ ആ വീഡിയോ കണ്ടിരുന്നു, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വീഡിയോ മുൻപ് കണ്ടിരുന്നു? ഇല്ല, നമ്മൾ കണ്ടില്ല. നമ്മൾ പറഞ്ഞറിഞ്ഞതേ ഉള്ളൂ. കൈ ഒടിവാണ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഇങ്ങനെ ഇത്രയായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴോടെ എത്തൂലായിരുന്നു. ഞാൻ പറയും, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു നോക്കളെ, നമുക്ക് രാത്രിയെങ്കിലും പോവാം. ഈ മനുഷ്യനോടെ ഞാൻ പറഞ്ഞു നോക്കളെ, നമുക്ക് രാത്രിയെങ്കിലും ഒന്ന് പൊളിച്ചു പോയി നോക്കാം എവിടെയാണ് എന്തരാണെന്ന്. ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് കാര്യം എൻ്റെ അപ്പി അങ്ങനെയൊക്കെ ജീവനോട് കിടന്ന് പെടയുമ്പോൾ ഈ നമ്മൾ രക്തവും ഇല്ലേ മക്കളെ. എനിക്ക് അയ്യേ എൻ്റെ അപ്പി അതൊക്കെ ചിന്തിക്കാൻ എനിക്ക് ഇനി അറിഞ്ഞൂടാ ഞാൻ എന്തോന്ന് പറയണമെന്ന്. ഞാൻ എന്തിനു പിടിച്ചിരിക്കണമെന്ന്. എനിക്ക് ഒരു ജോലി ചെയ്യാനുള്ള ശക്തിയില്ല. എനിക്ക് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും. എനിക്കിപ്പോൾ ഒന്നിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ എന്നെ ഇപ്പോൾ ഇവിടെ വഴക്കം കിടന്നു. എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തിനു ഈ വിഷഗുളിയെ തിന്നണം? 9 വർഷം കൊണ്ട് തിന്നണ് കുളമ്പാറയില്ല ഗുളിയ. എന്നിട്ട് എനിക്ക് യഥാർത്ഥ ഒരു ഇത് വരണില്ല. എൻ്റെ അപ്പീരെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി നല്ലൊരു ആശ്വാസം വന്നു. ആ മരുന്നിനേക്കാളും ഞാൻ കഴിക്കണ മരുന്നിനേക്കാളും ഞാൻ നല്ല ആശ്വാസവതിയായ എൻ്റെ അപ്പി ജീവനോടെ അവരെ ഓരോരോ ഫോട്ടോ എന്നെ കാണിച്ചപ്പോൾ എൻ്റെ അപ്പിയെ പൊഴുതു വെച്ചിരിക്കണ്. ഒരുപാട് പ്രതീക്ഷയോടെ ആശയോടെയാണ് നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരുന്നത് കയ്യിലെത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 30-ാം തീയതി ഏകദേശം ഡേറ്റോട് അടുപ്പിച്ച് നമ്മളെ കയ്യിലെത്തും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ പൈസയൊക്കെ വാങ്ങിച്ച് കരുതി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചേരെ പൈസ ഇതിനകത്ത് ഇണങ്ങരുത്, ഇത് കൊച്ചിന് വേണ്ടിയിട്ടാണുള്ളതാണ്. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ സാധനങ്ങൾ വാങ്ങണമല്ലോ അവന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുക്കിയിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മോക്ക് 22 വയസ്സ്. അവളുടെ വിവരക്കേട് കൊണ്ട് അവളത് ചെയ്തു. മോൻ 24 വയസ്സിലും ചെയ്യും. അതും അവന് നല്ല അറിവുകൾ വെച്ചിട്ട് അവൻ്റെ ഇത് കൊണ്ട് അവൻ അത് ചെയ്യും. പിന്നെ ഇവക്ക് ഈ വൈരാഗ്യം വരാൻ കാര്യം എന്തൊരു ഈ നൊന്ത് പ്രസവിച്ചില്ല, കീറിയെടുത്തേയില്ലേ മുല കൂട്ടണന്മാർ. എവിടെ ഇതൊന്നും ചെയ്തിട്ടില്ല.
മുല കൊടുത്തിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതെന്താ അന്ന് പാല് കൊടുക്കാഞ്ഞത്? അവക്ക് സമയമില്ലല്ലോ മോളെ. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അങ്ങ് നടക്കുകയില്ലേ. പക്ഷെ അതിലൊരു അമ്മൂമ്മയുണ്ട്, ഇവളെ അമ്മേരമ്മ. ആ അമ്മച്ചാണ് പൊന്നുപോലെ ഈ പൊന്നുപോലെ നോക്കിയത്. ആ അമ്മച്ചിയുടെ കയ്യിലിരുന്നപ്പോഴുള്ള ഫോട്ടോകളൊക്കെ എന്തോ ഒരു ഭംഗിയെന്ന് എൻ്റെ മക്കളിരിക്കുന്നത്. അതുപോലെ ആ അമ്മച്ചി വാ തുറന്ന എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോ അവിടെ കയറിയിട്ട് വീണില്ല, എൻ്റെ മോ അവിടെ കയറിയിട്ട് വീണ് കൈ പൊട്ടിയില്ല, ഇതാണ് ആ അമ്മച്ചി പറയുന്നത്. എന്നിട്ട് ആ അമ്മച്ചി ഏതോ ഒരു വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ആ വീട്ടിൽ അടുക്കള ജോലി ചെയ്താണ് ആ അമ്മ ജീവിച്ചത്. അതിൻ്റെ ഇടയിൽ ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയാൽ എൻ്റെ അപ്പയ്ക്ക് എന്തെങ്കിലും പറ്റും. ആ അമ്മ പോയടുത്ത് കൊണ്ടുപോയ ഒരു മുത്തശ്ശി. രണ്ടാമത്തെ അമ്മ അത് ചെയ്തില്ല, സ്വന്തം അമ്മ അത് ചെയ്തില്ല, അമ്മയുടേത് ചെയ്തത്. മനസ്സിലായോ മക്കളെ? എനിക്ക് ആ അമ്മയെ പോയി സഹായിക്കണം നോക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഹൃദയം പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞതിനകത്തുണ്ടായിട്ട് ഞാൻ പോയില്ലല്ലോ അല്ലേ? നമ്മൾ ഉടനെ പോലീസിനെ സർക്കാരിനെ പേടിച്ചിരുന്നില്ലേ? എന്തോ പേടിക്കണമായിരുന്നു. ആ കൊച്ചിന്റെ ജീവന് വേണ്ടി ആ അമ്മ കൊണ്ട് ഗ്യാസ് കൊടുത്തെന്ന് പറയണം. ഞാൻ കണ്ടില്ല ഈ വാർത്ത വഴി അറിയണം. അപ്പോഴും ഒരു മനസ്സാക്ഷി ഇല്ലാത്ത പോലീസിനെയൊക്കെ നമ്മൾ എന്തിനു പേടിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളൊക്കെ കയറി പോയാൽ മതിയായിരുന്നു. നമ്മളെ പേരക്കുട്ടിക്ക് ഉണ്ടല്ലേ നമ്മളെ ജയിലിൽ കൊണ്ടിടുന്നത് അല്ലേ? ഇതൊക്കെ പറഞ്ഞെങ്കിൽ മുഴുവൻ ഭ്രാന്തി തന്നെ ആകും. ഞാൻ ചിന്തിച്ച് നമുക്ക് ഞാൻ എപ്പോഴും ആ ആളുകൾ പറഞ്ഞ കേട്ടുകൊണ്ട് നിന്ന് ആരും കൊണ്ട് പോയി എടുക്കണ്ടേ? ഇതൊക്കെ ചിന്ത ഓർമ്മ നോക്കളോ എൻ്റെ മനസ്സിൽ. ഇതൊക്കെ ഇപ്പം സംഭവിച്ചതിന് ശേഷം നമുക്ക് ആ ചിന്തകളൊക്കെ എങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു, കുഞ്ഞ് ജീവിച്ചിരിക്കൂല, അങ്ങനെയൊക്കെ നോക്കും. പക്ഷെ നമുക്ക് നിയമവശങ്ങളിൽ നമുക്ക് എന്തെല്ലാം അവനെ ഇത്രയും ക്രൂര ചെയ്തിട്ട് പോലീസ് ഇത്രയും സംരക്ഷണത്തിൽ കൊണ്ടുപോകണം. എന്തുകൊണ്ടാണ്? അവർക്ക് അവനെ സംരക്ഷിക്കണം. അവനെ സംരക്ഷിച്ച് കൊണ്ടുപോയെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോഴും സംഭവിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അതാണ് ഇതാണ് അങ്ങനെയാണെന്ന്. പോലീസിന് നമുക്ക് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പോലീസിന് അവനെ സംരക്ഷിക്കണം. അത്രയും അല്ലെങ്കിൽ അന്ന് വീണ്ടും ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ഇവനെ സംരക്ഷിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ആളുകൾ തീർക്കും അവനത്. അത് വാസ്തവം. പക്ഷെ നമ്മളെ നിയമം അങ്ങനെ അല്ലല്ലോ. അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതാണ് എനിക്ക് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ സംഭവിച്ച ഞാൻ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെല്ലാനുള്ളതായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യം പോലീസിന് ചെയ്യാമായിരുന്നു. ഏതാണ്? അമ്മ തൊട്ട് ഏൽപ്പിക്കാൻ പോണു, അങ്ങനെ വേണ്ട, അച്ഛൻ്റെ ആൾക്കാർ ഉണ്ട് എന്ന് ഈ ടീച്ചർ പറഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് പോലീസിന് എന്നെ വിളിക്കായിരുന്നു. നമ്പർ ശരി, അച്ഛൻ്റെ ആൾക്കാർ ആരെങ്കിലും നമ്പർ ചെയ്താൽ ഞാൻ അവരെ വിളിച്ചു നോക്കട്ടെ, അവർക്ക് താല്പര്യം ഉണ്ടാകുന്നു എങ്കിൽ നമുക്ക് അവരോട് കൂട്ടിച്ചേർത്ത് വിടാം എന്ന് പോലീസിന് ചോദിക്കാമായിരുന്നു. നമ്മളിത് ഒരു കേസുകളൊന്നും അറിയുന്നില്ല. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കേസുകൊണ്ട് ചെല്ലുമ്പോഴാണ് ഇപ്പോഴാണ് വരണത്, കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് പോലീസിന് നമ്മളോട് കയറാം, അവർക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് പോലീസ് അന്ന് അവർ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരല്ലേ അവർക്ക് എന്താ അന്ന് അവർ പ്രവർത്തിച്ചില്ല. എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇങ്ങിതാ, ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്നാൽ ചോദിച്ചത് കൃത്യമായിട്ടും ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ നമ്മളോട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ അമ്മയിലെ ഇപ്പം അവരോട് പറഞ്ഞു അവർ ഈ കുഞ്ഞിന് ഇത് ഇതുവരെയും വന്നില്ലെന്ന്. അവരത് മറന്നുപോയി. അവർ പറഞ്ഞ നിയമം അവർ മറന്നു, ഞങ്ങൾ മറന്നില്ല. അവരാണ് പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് ഒരു ശല്യം അങ്ങോട്ട് ഉണ്ടാവരുത് ഇല്ലേ? പിന്നീട് അവർക്ക് കേസ് കൊടുക്കുമല്ലോ. കാരണം നമ്മൾ ഓടിച്ചെല്ലണമെന്ന് പറഞ്ഞ് അവർക്ക് കേസ് കൊടുത്തുകൂടി. അത് ഭയന്നാണ് ഞങ്ങൾ പോകാത്തത്. രണ്ടിടത്ത് ഞങ്ങൾ ഓരോരോ ഭാഗങ്ങൾ അവർ ശരിയാണെന്നുള്ള രീതിയിൽ സമർത്ഥിക്കാൻ വേണ്ടി പലതും പറയും. ഇപ്പൊ തന്നെ ഇത്രയും ഒരു കൃത്യം ചെയ്തിട്ട് അഷ്ടമിന്റെ ഈ പ്രതിയുടെ ഉമ്മ പറയുന്നത് കേട്ടില്ലേ? പ്രതിയുടെ ഉമ്മ എന്താണ് പറയുന്നത്? അവർക്കുള്ള മോന് വെള്ളം കുടിച്ചോ, അവൻ മുതുകത്ത് അടി കൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഇത്രയും ഈ കുഞ്ഞിനെ ശരീരത്തിന്റെ ഭാഗ്യ ഭാഗത്ത് 51 ആന്തരിക ഭാഗത്ത് 40 മുറിവുകളുള്ള ഈ കുഞ്ഞ് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവര് ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ്. ക്രിമിനൽ മൈൻഡുള്ളതാണ് ആ സ്ത്രീയും ആ 2 സ്ത്രീകളും. അതായത് അവന്റെ ഉമ്മയും സഹോദരിയും അതേ ബ്ലഡാണ് ഇവനും ഉള്ളത്. ആ സ്ത്രീകളുടെ ബ്ലഡാണ് ഇവനുള്ളത്. കാര്യം എന്റെ മോളെ പേരുള്ളതുകൊണ്ടാന്ന് അവനും ഇതേപോലെ തന്നെ അതേപോലെ തന്നെ അവൾ ഇങ്ങനെയൊന്നുമല്ല. അവൾ ഇപ്പോഴാണ് ഈ കവളൊക്കെ ഒട്ടി ഇത്രയും കോലമായത് ഇവിടുന്ന് പോയതിനു ശേഷമാണ്. അവൾ നല്ല രീതി നമ്മളെ മോളെ നല്ല ചുണക്കുട്ടിയായിട്ട് തന്നെ അവൾ നിന്നത്. നല്ല രീതി ഇപ്പോഴാണ് അവളായി കോലം കെട്ടവളായത്. നല്ല കോലം കെട്ടവളായത്. അവൾ വീട്ടിൽ ഇരുന്ന് ആഹാരം കഴിക്കാതെ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവൾ എന്നെ വിളിച്ച് പറയും, ഇന്ന സാധനം വേണം, ഇന്നത് വേണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടു കൊടുത്തു.
ആ ഒരു നന്ദിയെങ്കിലും ഈ കുട്ടി കാണിക്കാത്തത്. എൻ്റെ മോന അവന് വേണം. അവരോട് പല പ്രാവശ്യം പെട്ടുമ്പോൾ കുശുമ്പെന്ന് എനിക്ക്. അവന് പിന്നീട് ചമ്മലായിപ്പോയി വെളിയിൽ പറയാൻ. ഓ ദൈവം അവനെ കാണിച്ചു കൊടുത്തപ്പോഴേ അവൻ ഈ അമ്മ പറഞ്ഞത്, ഒരു അമ്മ മക്കളെ തുലയ്ക്കാൻ പറയൂ, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ എന്നിട്ടോട് അത് അയിലേടെ പറഞ്ഞു കൊടുക്കും. അടി അമ്മ നിന്നെ ഇങ്ങനെ പറയുന്നു എന്തരാണ്ടി, അതാണ് അമ്മോയ്. അപ്പം അവന് വേണോ ഇത്? അവനും കിട്ടാനുള്ളത് തന്നെ. അവ അന്നൊന്നും നേരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവളിത്ര വളരുമായിരുന്നു. കണ്ടപ്പോഴവ ആത്മഹത്യയാണ് ചെയ്യാനുള്ളത്. എന്നോടൊപ്പം നിൽക്കും. ഈ കൈയൊടിഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നീട് അപ്പം നമ്മളുടെ കൂട്ടുകാർ അറിഞ്ഞപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞത്. അവർ പക്ഷേ അമ്മന്നെ നമ്മളങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇപ്പോഴാണ് നമുക്ക് തോന്നുന്നത്. ഈ ഇൻസിഡന്റ് സംഭവത്തിന് ശേഷം നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ അങ്ങ് പോയായിരുന്നെങ്കിൽ അന്ന് അത് ചെയ്യാമായിരുന്നു, ഇന്ന് ചെയ്യാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കഥയില്ല. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ഈ ആ കശാപ്പുകാരൻ്റെ അമ്മച്ചി കശാപ്പുകാരിയുടെ കയ്യിലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എങ്ങോനെ മോളോട് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എൻ്റെ നെഞ്ചിനകം അങ്ങ് അയ്യോ എനിക്ക് പെടേനും പെടി. ഞാൻ ഇവരോട് പറയും, അയ്യോ നമുക്ക് രാത്രി ഒന്ന് പോവാം, രാത്രി ഒന്ന് പോവാം. എൻ്റെ അപ്പ ജീവനോട് ജീവൻ പെടയണോണ്ടാണ്. അറിയാമോ, എൻ്റെ മോൻ്റെ ചോരയല്ലേ. അറിയാമോ, ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പറയുന്നു അങ്ങനെ എനിക്കിഷ്ടമല്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇത് എന്തോ എനിക്കറിയാം. എൻ്റെ മോള് പറയണതാണ്, ആ മോൻ പറഞ്ഞു തന്നെയാണെങ്കിൽ എനിക്ക് അറിഞ്ഞിടാക്കളെ. ഈ തള്ളേരെ കയ്യിലാണ് അപ്പിയെന്ന്. എന്നിട്ട് അവളൊരു മാമൻ പറഞ്ഞു പൊന്നുപോലെ നോക്കണം ഉമ്മയെന്ന്. അയാൾ പണ്ടേ എവിടെ ആയിരുന്നാ മക്കൾ പറ. അയാൾ പറയണം പൊന്നുപോലെ നോക്കണം ഉമ്മയാണെന്ന്. അവൾ എന്തൊരു ഉമ്മ, എവിടെ പൊന്നുപോലെ നോക്കി എൻ്റെ അപ്പ ഈ മുറി കിടന്ന് പിടഞ്ഞത്. അവളെ അപ്പോഴൊക്കെ അവളെ പേരക്കുട്ടിക്ക് വാരിക്കോരി കൊടുക്കുകയില്ല മക്കളെ. വെറുതെ ഉള്ളു വെള്ളമൊന്നും ഇല്ല. അതുകൊണ്ടേ പറഞ്ഞ എവർ വിശ്വസിച്ചിട്ടുണ്ടോ? ഞാൻ ഇതൊന്നും വിശ്വസിച്ചില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ ഉടനെ എനിക്ക് അസുഖമുള്ളതുകൊണ്ട് ഇവരൊക്കെ വിചാരിക്കുക അതാണെന്ന്. അത് ഞാൻ ചെയ്യും. എന്താണ് ഏതെന്നുള്ള കറക്റ്റ് ഈ ഡാൻസ് ടീച്ചറിനെ ഈ അന്വേഷണത്തിൽ ഭാഗമായിട്ട് കൊണ്ടുവരണം. ഈ ഉമ്മയും ഈ അഷ്കന്റെ സഹോദരിയും